ഹായ് ചങ്ങായിമാരെ, ഇന്ന് വല വീശി പിടിച്ച മീനാണ് കേട്ടോ. ഇതെങ്ങനെയാണ് വല വീശി പിടിച്ചതെന്ന് കാണണ്ടേ? അപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ ഈ കടപ്പുറത്തൊരു ശൈലിയുണ്ട്. എങ്ങനെ അറിയോ? നമ്മൾ വല വീശി അല്ലെങ്കിൽ എങ്ങനെ ആയാലും മീൻ കിട്ടി കഴിഞ്ഞാൽ നമ്മളെ അറിയാൻ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്കി മീൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. ആരൊക്കെ അവിടെ ഉണ്ട് അവരോടൊക്കെ ചോദിക്കും മീൻ വേണം എന്നൊക്കെ. അതിന് പൈസ ഒന്നും വാങ്ങൂല. അത് നമ്മളാ ബന്ധം വെച്ചിട്ട് അതിവിടെ കടപ്പുറത്തുള്ളൊരു ശൈലിയാണ്. കറക്കി മീൻ ആവശ്യമുള്ളവർ അവിടെ വന്നാൽ അവർക്ക് വേണ്ട മീൻ അത് എത്ര 200 ആയാലും 300 റുപ്യൻ്റെ മീനായാലും അത് പൈസയോ കണക്കോ ഒന്നും നോക്കില്ല, എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ളതേ വിൽക്കാൻ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത്. ഈ ക്യാനമുറി നിറച്ചുണ്ട് മീൻ. പൊയ്ത്തിയാണ് മീൻ. പൊയ്ത്തി എന്ന് പറഞ്ഞാൽ പൂല. മറ്റുള്ള നാട്ടിലൊക്കെ ഇതിന് എന്താണ് പറയാമെന്നറിയില്ല. ഞങ്ങളവിടെ പൊയ്ത്തി എന്ന് പറയല്. മുള്ള് കെട്ടിയ നല്ല സ്ട്രോങ് ആണ്. ഭയങ്കര കടച്ചിലുള്ള സാധനമാണ് മുള്ള് കെട്ടിയത്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിനി. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊക്കെ തട്ടീനി മീൻ. ലേശം കടൽ കൂടുതൽ കടൽക്ഷോഭമുള്ള സമയമായതുകൊണ്ടേ കടലിൻ്റെ ഉള്ളിൽ നിന്ന് വീതിട്ട് മുള്ള് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ തട്ടീനി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വീശി പിടിച്ചതെന്നുള്ള ഫുൾ വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഒരാൾക്കൊന്നും എടുത്താൽ പോകുന്നത് അത്രയും മീൻ ചില സമയത്ത് കുടുങ്ങുന്നുള്ളത്. അങ്ങനെ ഇന്ന് കുടുങ്ങീനി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എടുത്താൽ പൊങ്ങാത്ത അത്ര മീൻ എങ്ങനെ കുടുങ്ങലെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വലയിലൊക്കെ മീൻ കുടുങ്ങിയിട്ട് ആണ് ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നടിക്കുന്നത്. കാരണം വല പൊക്കുമ്പോഴൊക്കെ കടൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണല്ലേ. ഇപ്പോൾ അതാ വല പിടിക്കുകയാണ്. ഇഷ്ടം പോലെ മീൻ കുടുങ്ങിന വലയിൽ. അപ്പോൾ നമ്മളെ ക്യാമറമ്മൽ വെള്ളം അടിച്ചിട്ട് ക്യാമറക്ക് ചെറിയൊരു മങ്ങിച്ച വന്നിനി. ഇത് കണ്ടെങ്കിൽ ഒരാൾക്ക് എടുത്താൽ പൊന്തെടുത്ത അത്രയും മീനാണ്. ഒരൊറ്റ വലക്ക് കുടുങ്ങിയതാണ് ഇതിപ്പോൾ. അങ്ങനെ 3-4 വലയാണ് ഇന്ന് വീശിയ മീനാണ് നിങ്ങളാ കണ്ടത് നേരത്തെ. അപ്പോൾ ആ വല വീശണതെല്ലാം ഈ വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് അത് നേരിട്ട് കാണാം. അപ്പോൾ നല്ല കടൽക്ഷോഭമുണ്ട്. കടൽക്ഷോഭം എന്ന് പറഞ്ഞാൽ കടൽ കുറവാണ്. എന്നാലും നമ്മൾ ഈ കല്ലിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും ഭയങ്കര കടലായിരിക്കും. ഒരു പ്രാവശ്യം ഞാൻ കല്ലിലൊന്ന് വീണ് ചെറുതായിട്ട് ജസ്റ്റിൻ്റെ അവിടെ ഒരു മുറിവൊക്കെ പറ്റി. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. അത് ആ വരണ മുകളിൽ കുടുങ്ങിയാണ് വീണത്. അവിടെ പൊരിഞ്ഞും കൊണ്ട് വരണേ കല്ലിൽ ഉടക്കിപ്പോയി. ഇപ്പം വീണ് ചെറുതായിട്ടൊന്ന് നെഞ്ചത്തൊക്കെ കല്ല് തട്ടീനി. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടി വീഡിയോ കാണണൂലേ ഒന്നും പറ്റാതിരിക്കാൻ. അപ്പോൾ ഈ കല്ലിൽ ഉടക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മളിത് എങ്ങനെ വെച്ചാൽ ചാടി മുങ്ങി കഴിക്കേണ്ടി വരും. പിന്നെ വലം കെട്ട് കിട്ടൂല അല്ലെങ്കിൽ. അപ്പോൾ ഈ കടലത്ത് ചാടി കഴിക്കലെല്ലാം ഇതാണ്, റിസ്ക്കുള്ള കാര്യമാണ്. എന്നാലും നമ്മളെ തൊഴിലല്ലേ ഇത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല ഒന്നും. വടിവേലൊരു സിനിമയിൽ പറഞ്ഞ മാതിരി റിസ്ക് എടുക്കുന്നത് റസ്ക് സാപ്പിടുന്ന മാതിരി എന്ന് പറഞ്ഞ പോലെ റിസ്ക് എടുത്താലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ചാടി വെള്ളത്തിൽ ഇപ്പോൾ വല കഴിച്ചും കൊണ്ട് നിൽക്കുകയാണ്. വല മുങ്ങി കല്ലുമ്മൻ്റെ ഉടക്കിയതിൽ തട്ടിയിട്ട് കഴിക്കണം. അപ്പോൾ അപ്പം വല ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ കല്ലിൻ്റെ ഉള്ളിൽ വല വീസണതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. 10 12 വല വീസുള്ളൂ മൊത്തത്തിൽ. ഒരുപാട് വലൊന്നും വീസണ്ട. ഈ 10 12 വല വീശിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും. പക്ഷേ ഈ 10 12 വല വീസണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കും. കാരണം അത്രയും റിസ്ക് എടുത്ത് ഓരോ സ്ഥലത്തൊക്കെ വീശി വരുമ്പോഴത്തേനും തന്നെ 20 മിനിറ്റ് 10-15 മിനിറ്റൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ വല വീശുമ്പോഴത്തേനും അത്രയും ടൈം എടുക്കും. കല്ലിലൊക്കെ ഉടക്കി കഴിഞ്ഞാൽ അത് മുങ്ങി കഴിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര ടൈം എടുക്കലാണ്. മെയിനായിട്ട് ഇതന്നെ മെയിൻ സ്പോട്ടുകളിലെ വീസുള്ളൂ വല. നല്ല മീൻ വന്ന് നിൽക്കണ മെയിൻ സ്പോട്ടുകളിൽ മാത്രം. അല്ലാതെ വെറുതെ നമ്മൾ സാധാരണ കരയിൽ നിന്ന് വീശണ ആളുകളത് എന്ന് പറഞ്ഞാൽ ഒരിങ്ങനെ വല വീശി കൊണ്ട് നിൽക്കും. ഒരിക്കൽ വേറെ കല്ലുടക്കാനോ പിടിക്കാനോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലേ. ഇതങ്ങനല്ല. ഇത് ഈ മീനുള്ള സ്പോട്ടിലെ വീസുള്ളൂ. മറ്റുള്ള സ്ഥലത്ത് വീശിയാൽ ചിലപ്പം വലൊന്നും ഇങ്ങോട്ട് കിട്ടൂല. അപ്പോൾ മീൻ വന്ന് നിൽക്കണ മാളം, ആ മാളത്തിൽ കൊണ്ടുപോയിട്ടാണ് വല വീശല്. അപ്പോൾ അവിടെ കുളത്ത് കുറവായിരിക്കും, കല്ല് ഉടക്കൽ കുറവായിരിക്കും. ഇനി ഉടക്കിയാൽ തന്നെ നമ്മൾ മുങ്ങി കഴിച്ച് പിടിച്ചെല്ലാം വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കും ചെയ്യും. ഇതിൻ്റെ വേറൊരു രസം എന്താണെന്ന് അറിയും, ഇന്നത്തെ അത്രയും മീൻ കൊണ്ടുപോയിട്ട് ആകെ കിട്ടിയത് ഒരു 25-28 കിലോ മീനുണ്ടാവും. അത് ആ മീനിന് ആകെ കിട്ടിയത് 1100 രൂപയാണ്. 1 കിലോന് 50 റുപ്യ വരെ വില ആയിട്ടില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് കഷ്ടപ്പാട് ബാക്കി. അപ്പോൾ അതൊക്കെ പോട്ടെ, ചില സമയത്ത് നല്ല വില കിട്ടും ചെയ്യും, അത് വേറെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അയക്കുക.